ഞാൻ ഭയങ്കര ദൈവ ഭക്തനാണ്. ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം ഇവിടെ ഒരു അമ്പലത്തിൽ മേൽശാന്തിനെ കൊണ്ട് ചൊറ്റരിക്കര അമ്പലത്തിലൊക്കെ പോയി തൊഴുത് അത്രയും പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് കാര്യം. അപ്പം ഈ ഹൊറർ അറിയാത്തതുകൊണ്ട് ഞാനപ്പോ ഈ പറഞ്ഞ പോലെ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ അവിടെ പോയത്. അവസാനത്തെ സീനൊക്കെ എടുക്കുമ്പോ കണ്ണില് ആ ലെൻസ് വെക്കുമ്പോ കാണാൻ പറ്റില്ല ശരിക്കും. അപ്പൊ ആ സമയത്ത് ഐ ഏജില് രാത്രി തണുപ്പത്ത് അത് ചെയ്യുമ്പോ നമുക്ക് ലീലാമ ഓക്കെയാണ് നിങ്ങൾ എടുക്കോ ആ ചെയ്യാ ഓക്കെയാണ് മോനെ ചെയ്യാ വാ എന്നൊക്കെ പറഞ്ഞാ ചെയ്യണം. ആ വീണതൊക്കെ ലീലാമ തന്നെയാ വീണായിരുന്നു. അപ്പൊ അതൊക്കെ ലീലാമ തന്നെ വീണ. എനിക്കൊക്കെ പേടി, ഞാൻ അവിടെ കിടക്കണ്ടെങ്കിലും. വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് ഫ്രീഡം കിട്ടുന്ന ഒരു ഏരിയ ആണ് വില്ലൻ ചെയ്യാൻ. പിന്നെ ഹീറോന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും വില്ലന് ചെയ്യാൻ പറ്റും. അപ്പൊ അതിഷ്ടമാണ്. മിഷൻ ഇമ്പോസിബിൾ പോലത്തെ സിനിമ, ടോം ക്രൂസിന്റെ ഒക്കെ സിനിമ പോലത്തെ സിനിമയൊക്കെ ചെയ്യണമെന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രാഡ് പിറ്റിന്റെ ട്രോയ് അല്ലെങ്കിൽ ഫൈറ്റ് ക്ലബ്ബ് അങ്ങനെയുള്ള സിനിമ ചെയ്യണമെന്നുണ്ട്. അല്ലെങ്കിൽ ദേവാസുരം പോലത്തെ സിനിമ ചെയ്യണമെന്നുണ്ട്. മൃഗയ പോലത്തെ സിനിമ ചെയ്യണം. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നിൽക്കുന്നത് ഒരു സാച്ചുറേഷൻ പോയിന്റിൽ. ഇപ്പൊ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്താണോ കിട്ടുന്നത് അത് ഒരു മാക്സിമം എന്നെ കൊണ്ട് എത്ര ബ്യൂട്ടിഫുള്ളി ചെയ്യാൻ പറ്റും അത് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ശ്രമിച്ചോണ്ടേ. ഹായ്, ഹലോ, നമസ്കാരം. നിരവധി സിനിമകളിലൂടെ പ്രേക്ഷകർ പ്രിയങ്കരനായ ശിവരാജാണ് നിന്റെ കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഏറ്റവും പുതിയ വിശേഷം ഗ്രാനി തന്നെയായിരിക്കും. അതിന് മുഖത്ത് കാണുന്നുണ്ട് ഒരു സന്തോഷം. ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പകുതി കണ്ടു കഴിഞ്ഞപ്പോ തന്നെ കുറച്ച് നല്ലോണം പേടിച്ചു. ഞാൻ അവസാനം വരെ കണ്ടു തീർക്കാനുള്ള ഒരു ധൈര്യം ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കണ്ടു തീർത്തു. എനിക്ക് അവസാനം എത്തിയപ്പോൾ ഭയങ്കര ഹോണ്ടിങ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ എപ്പോഴും ഒരു ഷോർട്ട് ഫിലിം കാണുന്ന സമയത്ത് പേടിപ്പെടുത്തുന്നതിനേക്കാളും കൂടുതൽ എനിക്കൊരു ശരിക്കും ഭയങ്കര ഹോണ്ടിങ് ആയിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഷോർട്ട് ഫിലിം തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയാനുള്ളത്? ഷോർട്ട് ഫിലിം ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു എഫക്റ്റ്. സത്യം പറഞ്ഞ പോലെ റോണിയുടെ അവസ്ഥയായിരുന്നു ഇത് ഇറങ്ങിയ കുറച്ച് ദിവസം. കാര്യം നമ്മൾ ഈ പറഞ്ഞതിനേക്കാൾ അപ്പുറം ഇതിന് റീച്ച് പോകുന്നു, ആൾക്കാർ മെസ്സേജ് അയക്കുന്നു, കുറെ കൂട്ടുകാര് നല്ല നല്ല റിവ്യൂസ് പറയണു. പിന്നെ 1 മില്യൺ ആവുന്നു, 2 മില്യൺ ആവുന്നു, ഇപ്പം 3 മില്യൺ ആവാറായി. നമ്മളൊരു 1 മില്യൺ ആണ് മാക്സിമം ആ സ്വപ്നം കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ ഒരു 3 മില്യൺ അടുക്കാറായി. അപ്പൊ അതിന്റെയൊക്കെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. നമ്മളിത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ഒരു എന്താ പറയാ സന്തോഷമാണ്. നമ്മളെല്ലാ ടീം ഭയങ്കര ഹാപ്പിയാണ്. അല്ലെ, ശരിക്കും ഈ അനന്തരാമൻ വിജയുടെ ഒരു ഡയറക്ടോറിയൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ ആ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ നോർമലി നമ്മളൊരു ഷോർട്ട് ഫിലിം മൂവി എടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ലൈറ്റിംഗ് ഒക്കെ നോക്കി അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷോട്ട് അതൊക്കെ. പക്ഷെ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടാണ് പോകുന്നത്. അതായത് ഒരു ഇപ്പൊ ക്യാമറ സെറ്റിങ്സ് ആയാലും അതുപോലെ ലൈറ്റിംഗ് ആയാലും ഒക്കെ നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയി തോന്നുന്നുണ്ടായിരുന്നു. അപ്പൊ അനന്തരാമൻ വിജയുടെ ഡയറക്ഷനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? നല്ല ഡയറക്ഷനാണ്. അതാണ് പറയാനുള്ളത്. നല്ല ഡയറക്ഷനാണ്. പുള്ളി ഏറ്റവും നല്ല രസമായിരുന്നു. നമ്മള് എല്ലാവരും പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആക്കി. എല്ലാവർക്കും അവരവരുടേതായ ഫ്രീഡം. ഞാൻ ആദ്യം ആലോചിച്ച് എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് അത്യാവശ്യം പുള്ളിയും ഒരു ആക്ടറാണ്, പുള്ളിയും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പം നമുക്ക് ആ രീതിയിലുള്ള കോൺവെർസേഷൻസ് ഒരുപാട് പുള്ളിയായിട്ട് നടക്കും. അപ്പൊ ഞാൻ നോക്കുമ്പം അതേ കംഫർട്ട് DOP ആണെങ്കിലും ആരാണെങ്കിലും അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈയിടെ പറയണ്ടായി അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയും. അപ്പോ അവരുടെ ഇൻവോൾവ്മെന്റും കൂടി അവരൊരു 100% പറയും. അപ്പം DOPയുടെ അടുത്ത്, അതായത് വിജയകൃഷ്ണൻ, അദ്ദേഹം ഈ പറയണ എന്താണ് ക്യാമറയുടെ ലെൻസിന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ പറയും എനിക്കറിയാൻ പറ്റും, കാണിച്ചു തരുമോ? കാരണം ഓരോ ലെൻസ് ഇട്ട് കാണിച്ചു തന്നിട്ടാണ് പുള്ളി ഇത് മതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരെയും ഒരു ഫ്രീഡം ടൈം നല്ല രീതിയിൽ ഭയങ്കര രസമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അപ്പൊ നല്ല ഡയറക്ഷൻ. അതെ, അല്ല ശരിക്കും ആ ഒരു ഫ്രീഡം തന്നതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഔട്ട്പുട്ട് അത്രയും ഗംഭീര ആയിട്ടുള്ളത്. അപ്പൊ അതിലെ ഓരോ ഷോട്ടിലും കാണുന്ന സമയത്ത് ശരിക്കും ഷൂട്ട് ചെയ്തത് നൈറ്റിലാണോ അതെങ്ങനെയാണ്? നമുക്ക് കാണുന്ന സമയത്ത് ഒരു നൈറ്റ് ഫീല് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്. നമുക്ക് പേടിയാവുന്നുണ്ട് ശരിക്കും കാണുമ്പോൾ. അപ്പൊ അത് എങ്ങനെയായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് പ്രോസസ് ഒക്കെ? നമ്മൾ 4 ദിവസമാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ആദ്യത്തെ മെയിൻ രാത്രിയായിട്ടുള്ള സമയങ്ങളൊക്കെ പകലാണ് ഷൂട്ട് ചെയ്തേക്കണം. നൈറ്റ് ഭൂരിഭാഗം നമ്മൾ ഷൂട്ട് ചെയ്തേക്കണം പകലാണ്.
ഇപ്പൊ നമുക്ക് ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സമയം പോണതൊന്നും അറിയാം, മീൻസ് സമയം ഒന്നും മനസ്സിലാവില്ല. രാവിലെ കയറി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാകുമ്പോ രാത്രിയായോ, അതൊരു 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാല് പിന്നെ ഇറങ്ങുന്നത് നമ്മള് രാത്രിയാണ്. അപ്പൊ സമയം ഇതൊന്നും അറിയില്ലായിരുന്നു ഷൂട്ടിന്റെ സമയത്ത്. അപ്പം ആ രാത്രി കാണിക്കുന്ന ആ റബ്ബർ തോട്ടത്തിലെ സീക്വൻസുകളും അതൊക്കെയാണ് നമ്മള് രാത്രി പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണല്ലേ. പക്ഷെ നമുക്ക് കാണുമ്പോ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നൈറ്റിലാണോ ഷൂട്ട് ചെയ്യുന്നത്. പൊതുവേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹൊറർ സിനിമകൾ കാണാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. സെയിം വെച്ച. അപ്പൊ ശരിക്കും നമുക്ക് കാണുമ്പോ ഇത്രയും പേടിയാവുന്നുണ്ട്. അപ്പൊ ഷൂട്ട് ചെയ്യുമ്പോൾ പേടിയായിട്ടുണ്ടായിരുന്നോ? ഷൂട്ട് ചെയ്യുമ്പോ പേടിയായിട്ടുണ്ടോന്ന് വെച്ചാൽ ഞാൻ ഈ പറയണ പോലെ എല്ലാ അമ്പലങ്ങളിലും പോയി തൊഴുത് ചരടൊക്കെ കെട്ടി അതുപോലെ സ്ക്രിപ്റ്റ് പൂജിച്ച്, ഞാൻ ഭയങ്കര ദൈവ ഭക്തനാണ്. ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം ഇവിടെ ഒരു അമ്പലത്തില് മേൽശാന്തിനെ കൊണ്ട് ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ പോയി തൊഴുത് അത്രയും പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് കാര്യം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ ചെയ്തേക്കണത് എല്ലാം വില്ലൻ പരിപാടിയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ത്രൂ ഔട്ട് ഒരു പരിപാടി ഷോൾഡർ ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് കിട്ടിയേക്കണേ. അപ്പം ഈ ഹൊറർ അറിയാത്തതുകൊണ്ട് ഞാനപ്പോ ഈ പറഞ്ഞ പോലെ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ അവിടെ പോയത്. അപ്പൊ എന്നാലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിരുന്നോ ഷൂട്ടിംഗ്? പക്ഷെ അത് കാണുന്ന ഷോർട്ട് ഫിലിം കാണുന്ന സമയത്ത് നമുക്ക് പേടിയാവുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും ഒരു ഹോണ്ടിങ് ആയിട്ട് എങ്ങനെയെങ്കിലും ഫീൽ ചെയ്തോ? പലരും പറയാറുണ്ട് ഇങ്ങനത്തെ ഈ രോമാഞ്ചനൊക്കെ ഷൂട്ട് ചെയ്ത സമയത്ത് അവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയോന്ന് ചോദിച്ചേ? ഇല്ല. അല്ല, അതില് മറ്റേ ആ ബ്ലഡ് കാണുന്ന ആ ഒരു പോർഷൻ ഇല്ലേ, അപ്പൊ അത് അവിടെ നമുക്ക് പോകുമ്പോ ഒരു അതെല്ലാം ഈ അനന്തരാമന്റെ ചെറുപ്പകാലത്തിലെ സ്ഥലങ്ങളാണ് അതിൽ കാണിച്ചേക്കണ. ആ വീട് പുള്ളിയുടെ മുത്തശ്ശിയുടെ വീടാണ്. ആ ഏരിയ പുള്ളി കളിച്ചിടന്ന ഏരിയയിലാണ്. ട്രിവാൻഡ്രത്ത് ധനുവച്ചപുരം അവിടെയാണ്. അപ്പം അവിടെ ഒരു സ്ഥലത്ത് പോയപ്പോ എന്തൊക്കെയോ നമുക്ക് എന്താ ഒരു പ്രശ്നമുള്ള സ്ഥലം എന്നൊക്കെ തോന്നൂലേ, അതുപോലത്തെ ഒരു ഫീൽ അവിടെ വെച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറെ ആലോചിക്കാനോ, ഫുള്ളി റോണിയുടെ അവസ്ഥയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ വേറെ പേടിക്കേണ്ട ആവശ്യമില്ല. ഷോട്ടിൽ തന്നെ നമ്മൾ പേടിച്ചോണ്ടിരിക്കണം. പിന്നെ ഇരുട്ടു, അവൻ പുറത്തൊന്നും ഇറങ്ങിയ വാ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അങ്ങനെ ഒരു മൊമെന്റ് ആയിരുന്നു. ഷോർട്ട് ഫിലിം അല്ലേ? പക്ഷെ ഇപ്പൊ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോ തോന്നി യൂട്യൂബില്? അല്ല, യൂട്യൂബില് കണ്ടപ്പോ ഞാനും അത്യാവശ്യം കാര്യം ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തേക്കണ അജയനാടാ. പുള്ളി കുറെ മാജിക് പരിപാടി ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പ്രിവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ അനന്തരാമനും അജയനാടാട്ട അവരൊക്കെ കൂടി വീണ്ടും അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിലും കുറെ ഡെവലപ്മെന്റ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ അത് യൂട്യൂബിൽ ഇട്ടപ്പോഴാണ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പേടിച്ചു പോയി സത്യം. ഞാൻ കുറച്ചേരം പതിയെ നിർത്തിയിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി കണ്ടത്. ഇത് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ പലരും പറഞ്ഞൊരു കാര്യമാണ്. അല്ല, ഇപ്പം യൂട്യൂബില് കമന്റ് വന്നത് ഫുട്ബോളിന്റെ ഇടയിൽ വന്നവർ എത്ര പേരുണ്ട്. ഇപ്പൊ ഇന്ന് 12 അല്ലേ, 12-ാം തീയതി ഇത്ര മണിക്ക് വന്നവരുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ്. പിന്നെ പറയുന്നത് 40 മിനിറ്റ് പേടിപ്പിച്ചു എന്ന് പറഞ്ഞ് കുറെ കമന്റ് ചെയ്യാൻ കണ്ടായിരുന്നു. അത് ശരിക്കും നമ്മളൊരു സിനിമ എന്ന് പറയുന്നത്, സിനിമ ആയാലും അതെ, ഷോർട്ട് ഫിലിം ആയാലും അതെ, നമ്മളത് ആളുകൾക്ക് എഫക്ട് ചെയ്യുമ്പോഴാണല്ലോ അതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എഫക്ട് ആവണം, ഒരു പേടി ആവണം, എന്നാൽ മാത്രമേ നമ്മൾ പേടിക്കുള്ളൂ. പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഹൊറർ മൂവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളസാരി എടുത്തൊരു പ്രേതം, പക്ഷെ അന്ന് നമ്മൾ പേടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഹോളിവുഡ് ലെവലിലാണ് ഓരോ ഹൊറർ മൂവീസും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസും ഒക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഭയം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതാണ് ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു തോട്ട് പ്രോസസ്സ് വരുന്ന സമയത്ത്. അല്ല, റോണി എന്ന് വിളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അത് ഒരു ക്യൂരിയസ് ആവുന്നത് ഭയങ്കര പേടിപ്പെടുത്തുന്ന പോലെയാണ്. അപ്പൊ KPS ലീല ചേച്ചിനെ പറ്റിയിട്ട് എന്താണ് പറയുക? ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേച്ചിയുടെ ആക്ടിങ് നമ്മൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ചേച്ചിയുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയുടെ ആക്ടിങ്ങിനെ പറ്റിയിട്ടൊക്കെ എന്താ പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ്. അത്ര ഗംഭീര നടിയാണ്. പിന്നെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ അഭിനയിക്കാൻ തുടങ്ങിയ ആളാണ്. അപ്പൊ അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ പ്രായത്തിലും അത് അഭിനയിക്കാനുള്ള ആ ഒരു ഡെഡിക്കേഷനും ഇതുമൊക്കെ നമുക്ക് ഭയങ്കര പഠിച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മൾ ഇൻസ്പയർ ചെയ്ത് പോവും അറിയാതെ തന്നെ. സത്യം.
ലീലാമ്മ നമ്മളിപ്പോ ലീലാമ്മയുടെ ഷോട്ട് കഴിഞ്ഞാല് ലീലാമ്മ നിക്കണോ, സജഷൻ വേണോ എന്നൊക്കെ ചോദിക്കും. ലീലാമ്മ നമ്മൾ അത്ര കംഫർട്ടബിൾ ആക്കി, നമ്മൾ ആ ഏജ് ബാരിയർ ഒക്കെ നമ്മൾ മറന്നു പോകും. അത്ര നന്നായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ സീനൊക്കെ എടുക്കുമ്പോ കണ്ണില് ആ ലെൻസ് വെക്കുമ്പോ കാണാൻ പറ്റില്ല ശരിക്കും. അപ്പൊ ആ സമയത്ത് ആ ഏജില് രാത്രി തണുപ്പത്ത് അത് ചെയ്യുമ്പോ നമുക്ക് ലീലാമ്മ ഓക്കെയാണ്, ഓക്കെയാണ് നിങ്ങൾ എടുക്കുക, വാ ചെയ്യാ, ഓക്കെയാണ് മോനെ ചെയ്യാ വാ എന്നൊക്കെ പറഞ്ഞാ ചെയ്യണം. ആ വീണതൊക്കെ ലീലാമ്മ തന്നെയാ വീണാണ്. അപ്പൊ അതൊക്കെ ലീലാമ്മ തന്നെ വീണ. എനിക്കൊക്കെ പേടി, ഞാൻ അവിടെ കിടക്കണ്ടെങ്കിലും അതൊക്കെ ചെയ്യാൻ തയ്യാറാ. ഓക്കെയാണ് മോനെ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോ അത് വലിയ കാര്യല്ലേ. അതെ അതെ, അത് ശരിക്കും നമ്മളൊക്കെ ഇൻസ്പിറേഷൻ തന്നെ ആവേണ്ട ഒരു വ്യക്തിത്വമാണ്. അതായത് നമ്മളിപ്പോ മ്ലാത്തിച്ചേട്ടത്തിയുടെ ഒക്കെ സൗണ്ടിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്, പൂക്കാലം സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇതില് എനിക്ക് തോന്നുന്നു ഭയങ്കര ബ്രില്യന്റ് പെർഫോമൻസ് ആയിരുന്നു. അത് നിങ്ങൾക്കും കൂടി ഒരു ഭാഗ്യം തന്നെ വേണമെങ്കിൽ പറയാം, ഒരു ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും. അല്ല, ഈ അഭിനയിക്കാൻ പറ്റിയത് തന്നെ എനിക്ക് ഒരു സ്കൂളിംഗ് ആയിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് ലീലാമ്മേനെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കാര്യം ഒന്ന് സംസാരിച്ച് ലീലാമ്മ ഇത് എങ്ങനെയായിരിക്കും ചെയ്യാൻ, കാര്യം സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്, അപ്പൊ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയണം. ഞങ്ങൾ നേരിട്ട് പോയി കണ്ടു. അപ്പൊ തന്നെ ലീലാമ്മ ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് അവിടുത്തെ ഒരു ചുരിദാറല്ലായിരുന്നു, നൈറ്റി ഇട്ട് വന്ന് ഞാൻ ഇങ്ങനെ നടന്നാ പോരെ, എന്നിട്ട് നമുക്ക് ഡയലോഗ് വെറുതെ വായിച്ചപ്പോ തന്നെ ഡയലോഗ് വായിക്കല്ല, ഓൾറെഡി മനപ്പാടായിട്ടുണ്ട്. എന്നിട്ടാ പറയണേ ഓക്കെ ഇനി ഞാൻ പണിയെടുത്തു. ഇനി എനിക്ക് മനസ്സിലായി ഞാൻ എത്രത്തോളം ഇനി അവിടെ നിന്ന് പണിയെടുക്കാനുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അല്ല, ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് നമുക്ക് ആ ഷോർട്ട് ഫിലിം കാണുന്നത് മനസ്സിലാണ്. അതിന്റെ ഒരു സക്സസിൽ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. രണ്ടുപേരുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു അതിൽ. അല്ല, ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുക്കാനുള്ളതിനേക്കാൾ എനിക്ക് ടേക്ക് ചെയ്യാനുള്ളൂ. എനിക്ക് പേടിച്ചാൽ മതി. ലീലാമ്മ അത്ര നന്നായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. ഞാനപ്പോ വേറെ പേടിച്ചാ മതിയായിരുന്നു. അത്രേ മതിയായിരുന്നു. അപ്പൊ ടേക്ക് ആയിരുന്നു കൂടുതൽ, കുറെ ഗിവ് ചെയ്തു, ഗിവിംഗ് ആയിട്ട് നമുക്ക് തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമില് ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ ഓരോ പേര് പറയുന്നുണ്ടല്ലോ, എന്റെ പള്ളിയിൽ വിളിക്കുന്ന പേരിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആ പേര് എവിടെയും പറഞ്ഞു പോകുന്നില്ല. പക്ഷെ എനിക്ക് തോന്നി ഡബിൾ എന്നായിരിക്കും എന്നുള്ളത് എനിക്കത് ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ ആ ഒരു നരേഷനാണ് അതിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്. അപ്പൊ ഈ ഷോർട്ട് ഫിലിമിലോട്ട് ശരിക്കും ത്രെഡ് പറഞ്ഞ സമയത്ത് ആദ്യം എന്തായിരുന്നു തോന്നിയത് ഡയറക്ടർ പറഞ്ഞപ്പോ? അല്ല, ആദ്യം ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഈ ഹൊറർ സിനിമ എനിക്ക് പേടിയാണ്. അപ്പം ഈ പറഞ്ഞ കഥ വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് കുറെ സ്ഥലത്തൊക്കെ ചിരി വന്നു. അതായത് ഇവര് മറ്റേ പൂക്കൾ നോക്കി സംസാരിക്കുന്നേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെയൊക്കെ ചിരി എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. എവിടെയും ഒരു ഇതില്ല, ഒരു ചിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും എവിടെയും വരുന്നില്ല. ഒരു ഹ്യൂമർ ഇതിലില്ല, ആരും ചിരിക്കില്ല. ഇതിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും ആൾക്കാർ അവസാനം വരെ. അതാണ് സംഭവം. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അനന്തരാമനൊരു നരേഷൻ തന്നു. അപ്പൊ അതില് കറക്റ്റ് നമുക്ക് റോണി എങ്ങനെയായിരിക്കും എന്നും ഗ്രാനി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ധാരണ കിട്ടി. അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് കുറെ റെഫറൻസ് ഒക്കെ സിനിമയിൽ തന്നായിരുന്നു. ഇതൊക്കെ ഇരുന്ന് കാണാൻ ഞാൻ കണ്ടൊന്നുമില്ല, പേടിച്ചിട്ട് തന്നെയായിരിക്കും. അതിന്റെ റെഫറൻസ് ഇമേജ് അല്ലെങ്കിൽ അതിന്റെ പടത്തിന്റെ പോസ്റ്റർ കാണുമ്പോ തന്നെ നമ്മൾ പേടിക്കും. പിന്നെ ചുമ്മാ കണ്ട് ഇത് ചെയ്യണ്ടല്ലോ. മലയാളത്തിന്റെ നണ്ണാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് സെക്ഷനിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ലീലമ്മയുടെ ഒരു ക്യാരക്ടറിനെ പറയുന്നുണ്ടായിരുന്നു. അതാണ് ശരിക്കും വിജയ് എന്ന് പറയുന്നത് കേട്ടോ. മലയാളത്തിൽ ഇത്രയും നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്യാന്നുള്ളതാണ്. നമ്മൾ പേടിപ്പെടുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. സിനിമകൾ നമ്മൾ ആൾക്കാർ അത് ഒരു റീല് വന്നതിൽ ഒരമ്മ പേടിച്ചിട്ട് അയ്യോ അവനൊന്നും ചെയ്യില്ലേ പാവന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെയാണ്. കുറെ പേര് കരയൊക്കെ ചെയ്തു, അയ്യോ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ. അപ്പൊ അതൊക്കെ ഭയങ്കര അവൻ എന്താ ചെയ്ത പാവം അവൻ രക്ഷ ഓർഡർ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ അയച്ചിട്ടുണ്ട് എനിക്ക് കുറെ പേര്. അവിടെ കിടക്കണെന്തിനാ, അവിടെ ഇരിക്കണെന്തിനാ, എനിക്ക് ഓർഡർ മതി എന്നൊക്കെ പറഞ്ഞ് കുറെ നല്ല റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, അതൊക്കെ അതാണ് ശരിക്കും വിജയം അല്ല ഷോർട്ട് ഫിലിമിന്റെ. എനിക്ക് എപ്പോഴും സിനിമ എന്ന് വന്നുപോലെന്ന് വെച്ചാൽ സിനിമയുടെ അത്ര മേക്കിങ്ങിലാണ് അത് എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നിയത് സിനിമ എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. ഷോർട്ട് മൂവിനെക്കാളും കൂടുതൽ ഒരു സിനിമ കണ്ട ഒരു ഫീൽ ആക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നു ഇത് ഇറക്കുന്നതിന് മുന്നേ വരെ, പക്ഷെ നടന്നില്ല. ഇനി നമ്മൾക്കൊരു കൂടി ഒരു സിനിമ ഉണ്ടാവട്ടെ. അതെ, അത് ശരിയാണ്. ഇത്രയും മേക്കിങ്ങിലൊരു ഷോർട്ട് മൂവി എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു മൂവിയും ചെയ്യാൻ പറ്റും ശരിക്കും. പറ്റട്ടെ. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോഴുള്ള സന്തോഷം
പക്ഷെ ഇത്രയും ജനങ്ങളുടെ സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ട്. നന്ദരാമനാണെങ്കിലും നമ്മുടെ ടീമിനാണെങ്കിലും എല്ലാവർക്കും അപ്രീഷിയേറ്റ്. നമ്മളിപ്പോ ഇത് ഒരാൾക്ക് കണ്ടോന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു തിരക്കുള്ള ഒരു ഡയറക്ടറിനെ അയച്ചാൽ പോലും അവര് മറുപടി ആയിട്ട് പറയണ എടാ ഇതിനെപ്പറ്റിയാണ് ഫുള്ള് ചർച്ച ഇവിടെ, അപ്പൊ എന്തായാലും കണ്ടിട്ട് മറുപടി തരാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊരു വലിയ സന്തോഷമുണ്ട്. അപ്പം ഇപ്പൊ ഒരു പുള്ളി വിളിച്ചത്, പുള്ളി ബോംബെയില് ഭയങ്കര ഒരു വലിയ ഐഡിയ ആണ്. പുള്ളി പറഞ്ഞ പോലെ വേറെ ഫ്രണ്ടിനോട് കാണിച്ചോന്ന് ചോദിച്ചപ്പം അവന്റെ ഫ്രണ്ടാണ് ഞാനെന്ന് പറയും, പുള്ളി എന്നെ വിളിക്കുകയും അങ്ങനെ ഒരുപാട് ആ സ്നേഹം കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ബ്ലെസ്ഡ് മൊമെന്റ് തന്നെയാണ്. വലിയൊരു കാര്യം തന്നെ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഓസ്ലറിലായാലും ARMലായാലും ഒക്കെ കുറെ സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ വില്ലൻ ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ കാണാറുള്ളത്. ഭയങ്കര ഇഷ്ടമാണോ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്? വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമാണോ? നമുക്ക് ഒരുപാട് ഫ്രീഡം കിട്ടുന്ന ഒരു ഏരിയ ആണ് വില്ലൻ ചെയ്യാൻ. പിന്നെ ഹീറോന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും വില്ലന് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഇഷ്ടമാണ്. പക്ഷെ കുറെ നാളിങ്ങനെ ചെയ്ത് കഴിയുമ്പോ നമുക്ക് തന്നെ പൊതുവേ നമ്മളൊരു പാവമാണ്. പക്ഷെ ഇത് ഈ വില്ലത്തരം ചെയ്ത് ടൈപ്പ് കാസ്റ്റ് ആവുന്നുണ്ടോ? അതായത് അല്ല, ഞാൻ എന്റെ ഒരു കൂട്ടുകാരോട് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാലേ, കൂട്ടുകാരൻ പറഞ്ഞു ഇതുപോലെ എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞു, എടാ നീ ചെയ്യണൊക്കെ നല്ലതാ, പക്ഷെ നീ ടൈപ്പ് കാസ്റ്റ് ആവാതെ നോക്കണം. ഞാൻ പറഞ്ഞു കാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം, മനസ്സിലായ? അപ്പം അതാണ് കിട്ടണ കാര്യം എന്താണെങ്കിലും നന്നായിട്ട് ചെയ്യാന്നുള്ളത് 100%. ഇപ്പം ഗ്രാനി സംഭവിച്ചു. ഗ്രാനി ആദ്യം ഷോർട്ട് ഫിലിം ആണ്, ചെയ്യണോ, ചെയ്താ ശരിയാവോ, നമ്മൾ സിനിമയല്ലേ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ കുറെ ആലോചിച്ചിട്ടാണ് ഞാൻ ഗ്രാനി ചെയ്തത്. അപ്പൊ ഞാൻ അതുകൊണ്ട് അല്ല, ഈ വില്ലൻ ക്യാരക്ടർ ചെയ്യുമ്പോ തന്നെ ഇതിലും അങ്ങനെ നല്ലൊരു ക്യാരക്ടർ അല്ലല്ലോ. ഗ്രാനിയിൽ അത്രയും നല്ലൊരു, അപ്പൊ ഇനിയും ചിലപ്പം വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ വരുമായിരിക്കും ഗ്രാനിക്ക് ശേഷം. അല്ല, നമുക്കൊരു എപ്പോഴും പറയുമ്പോ നമുക്കൊരു ഡ്രീം ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുറെ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ശിവരാജ് എത്രയോ കാലം തുടങ്ങിയുള്ള ഒരു സ്ട്രഗിളിങ് പീരീഡ് എനിക്ക് നേരത്തെ അറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്, ഇതിന് സിനിമയ്ക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സിനിമയിലോട്ട് കയറണമെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു ഇന്നൊരു ക്യാരക്ടർ ചെയ്യാം, നമുക്ക് ആഗ്രഹം ഉണ്ടാവുന്നു, അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവും. അല്ല, ഇപ്പൊ എന്താന്ന് വെച്ചാലേ, നമ്മളിതിപ്പോ ഇതിലോട്ട് തുടങ്ങുമ്പോ നമ്മൾ ആഗ്രഹിച്ച മിഷൻ ഇമ്പോസിബിൾ പോലത്തെ സിനിമ, ടോം ക്രൂസിന്റെ ഒക്കെ സിനിമ പോലത്തെ സിനിമയൊക്കെ ചെയ്യണമെന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രാഡ് പിറ്റിന്റെ ട്രോയ് അല്ലെങ്കിൽ ഫൈറ്റ് ക്ലബ്ബ് അങ്ങനെയുള്ള സിനിമ ചെയ്യണമെന്നുണ്ട്. അല്ലെങ്കിൽ ദേവാസുരം പോലത്തെ സിനിമ ചെയ്യണമെന്നുണ്ട്. മൃഗയ പോലത്തെ സിനിമ ചെയ്യണം. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നിൽക്കുന്നത് ഒരു സാച്ചുറേഷൻ പോയിന്റിൽ. ഇപ്പൊ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്താണോ കിട്ടുന്നത് അത് ഒരു മാക്സിമം എന്നെ കൊണ്ട് എത്ര ബ്യൂട്ടിഫുള്ളി ചെയ്യാൻ പറ്റും അത് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ശ്രമിച്ചോണ്ട്. ഇപ്പൊ എന്റെ അതാണ് അത് വരണത് എന്താ, അത് നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക, അവിടെയാണ് നിൽക്കുന്നത്. കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മള് ഇപ്പൊ എനിക്ക് ചെറുപ്പത്തില് പല പ്രൊഫഷനും ഇപ്പം എന്തുകൊണ്ട് നടനാവണം എന്ന് തീരുമാനിച്ചു എന്ന് ചോദിച്ചാല്, ചെറുപ്പത്തില് ഞാൻ നോക്കുമ്പോ എനിക്ക് മാജീഷ്യൻ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ കബഡി പ്ലെയർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഡാൻസർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറെ ആഗ്രഹങ്ങള് വരയ്ക്കണ കൂട്ടത്തിലാവണം എന്നുള്ളതുണ്ടായിരുന്നു. മിമിക്രി ആർട്ടിസ്റ്റ് ആവണം, ഇങ്ങനെ കുറെ ഡോക്ടർ ആവണം നമുക്ക് തോന്നുമല്ലോ, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. അപ്പോഴും സിനിമ എന്ന് പറയുന്നത് വേറെന്തോ ഒരു പരിപാടിയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അവസാനം ഇപ്പൊ ഇതെത്തുമ്പോ ഇപ്പൊ ഞാൻ ഓസ്ലറിലെ ഡോക്ടർ ആയിട്ടാണ്. വടം വലിക്കുന്ന ഒരാളാണ്. അപ്പൊ മേറമ്പില് ഒരു ഇളയ തമ്പുരാനാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഒരു സിനിമകളിലൂടെ വ്യത്യസ്തമായിട്ട് അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. അങ്ങനെങ്കിലും എനിക്ക് ഡോക്ടർ ആവാലോ, നല്ല ഡോക്ടറായി. അയ്യോ, ഇങ്ങനെ ഒരു ഡോക്ടർ ആവണ്ടായിരുന്നു. അല്ല, ഓസ്ലറിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടർ കൂടി ആയിരിക്കും അത്. ആ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് പറയാം. അല്ല, അതിന്റെ ഇപ്പൊ കിട്ടണ ഈ റോണിക്ക് കിട്ടണതിൽ ഒരു കാര്യം റോണിയുടെ പെർസ്പെക്റ്റീവിലാണല്ലോ നമ്മൾ ഈ ഷോർട്ട് ഫിലിം കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്നേഹം കിട്ടുന്നുണ്ട്. പാവം, നീ അത് നന്നായിട്ട് ചെയ്തടാ, എന്തൊരവസ്ഥയായിരുന്നു. നിനക്ക് വഴക്കൊക്കെ പറയണ്ട് സ്നേഹം കൊണ്ടുള്ള വഴക്കാണ്. നിനക്ക് ഓടിക്കൂടായിരുന്നാ, നിനക്ക് പകലിറങ്ങി പോയിക്കൂടായിരുന്നോ വീട്ടിൽ നിന്ന്,
ശമ്പളം മേടിക്കാൻ ഇത്രയും അവസാനം വരെ കൊല്ലാൻ വേണ്ടി നിന്നേക്കുന്നു, എന്നിട്ട് മരത്തിന്റെ അടി പോയി ഉറങ്ങണു എന്നൊക്കെ പറഞ്ഞ് കുറെ രസകരമായിട്ടുള്ള അതിലൊക്കെ ഒരു സ്നേഹമുണ്ട്. പക്ഷെ ഡോക്ടർ സേവ് ചെയ്യുമ്പോ അതില് നന്നായിരുന്നു, കൊള്ളാം എന്ന് പറഞ്ഞ് നിർത്താണ്. മനസ്സിലായോ? അതായത് വില്ലനാണല്ലോ, അപ്പൊ വില്ലന് കിട്ടുന്ന അപ്രിസിയേഷൻ ആ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ട് ആ അപ്രിസിയേഷനിൽ പോലും. അല്ല, പക്ഷെ അങ്ങനെ ചൂടായാലും ആ ക്യാരക്ടർ അപ്പൊ ആ രീതിയിലുള്ള ഞാൻ പറഞ്ഞ അപ്രിസിയേഷൻ രണ്ടും നമ്മൾക്ക് ഒരേപോലെ, പക്ഷെ വ്യത്യാസം പറയായിരുന്നു. നന്നായിരുന്നു, നിന്നെ കണ്ടപ്പോ തന്നെ നമ്മൾ കൊടുക്കാൻ തോന്നി മേല എന്നൊക്കെ പറഞ്ഞേ. ഞാനും അതില് മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്ത സാബിക്ക് നിൽക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സാബിക്കിനാണ് ഒന്ന് സെൽഫി എടുക്കുക. ഞാൻ പോയിട്ട് സാബിക്കിനോട് പറ നിന്റെ തല അടിച്ചു പൊട്ടിച്ച ഞാനാണത് എന്നൊക്കെ പറയോ. അത് ഭയങ്കര രസമാണ്. ഓ നീയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ചൂടായിട്ടൊക്കെ ഉണ്ട് എന്നോട്. അല്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് തന്നെയാണ് വിജയം. ഒരു സിനിമയുടെ ആ ക്യാരക്ടറിന്റെ വിജയം എന്ന് പറയുന്നത് ആളുകൾ ആ ഒരു എഫക്ട്, അതായത് ആളുകളുടെ ഒരു എഫക്ട് ഉണ്ട്, ഇമ്പാക്റ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും സ്ട്രഗിളിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോഴല്ലോ ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്ററിൽ ആദ്യമായിട്ട് നമ്മുടെ ഒരു സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് ആദ്യമായിട്ട് അഭിനയിച്ചൊരു സിനിമ എന്ന് പറയുന്നത് ചെറിയൊരു വേഷം, കുഞ്ഞു വേഷങ്ങൾ ചെയ്ത കുറച്ച് സിനിമകളുണ്ട്. അത് ഞാൻ പറയാം. ജസ്റ്റ് മാരീഡ് എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അതിലൊരു ചെറിയ ഓട്ടോറിക്ഷക്കാരന്റെ പരിപാടിയായിരുന്നു. പക്ഷെ അത് ഞാൻ തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയില് അതില് 5000 പേര് ഓഡിഷൻ എന്നൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. അപ്പൊ നമ്മള് തിയേറ്ററിൽ കാണുമ്പോ കണ്ടാ മതിയായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അവസ്ഥ. കണ്ടെങ്കിൽ അപ്പൊ അതെങ്കിലും ഒന്ന് കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം. കാര്യം നമ്മൾ ഭയങ്കര സംഭവമാണ് സിനിമ. ഒരു സാധാരണക്കാരന് സിനിമയിൽ നമ്മളെ കാണാന്ന് പറയുന്നത് ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ അഭിനയം അപ്പോഴും സീരിയസ് ആയിട്ട് എടുത്തേക്കണം. പക്ഷെ എന്തോ ഒരു വേറൊരു വലിയൊരു സ്ഥലമാണ്, അവിടെ എത്താൻ ഭയങ്കര പാടാണ്. ഇപ്പോഴും ആണ്. അപ്പൊ അതാണ്. അപ്പൊ അവിടെ എത്താൻ അപ്പൊ അന്ന് കിട്ടിയ സന്തോഷവും. അപ്പൊ ഞാൻ അതില് കുറെ ആവശ്യമില്ലാത്ത ഇംപ്രവൈസേഷൻ ഒക്കെ ഞാൻ ആരും ശ്രദ്ധിക്കില്ല ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് പിന്നെ ലവ് 24/7 എന്ന് പറഞ്ഞ സിനിമയിലൊരു ദിലീപേട്ടന്റെ അതിലൊരു ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട്. അതില് ദിലീപേട്ടന് ലുങ്കി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ ആ സ്റ്റെപ്പൊക്കെ പറഞ്ഞു കൊടുത്ത ഞാനാണ്. അത് ഈ പറഞ്ഞ പോലെ ഓഡിഷൻ കൊടുത്തിട്ടാണ്. പിന്നെ എനിക്ക് തോന്നി ഒരു മുறை വന്ന് വാർത്തായെന്ന് പറഞ്ഞ സിനിമയിൽ പാട്ടിന്റെ ഫുൾ ലെങ്ത് ആയിട്ട് ചെയ്തത് ഏതായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏറ്റവും ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുൾ ലെങ്ത് ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ തുറമുഖമായിരുന്നോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്? തുറമുഖത്തില് നിവിൻ ചേട്ടന്റെ ഒപ്പം ഉണ്ട്. നിവിൻ ചേട്ടന്റെ ഒപ്പം 2 ട്രാൻസ്ഫോർമേഷൻ പീരീഡിലും കൂടെ സുഹൃത്തായിട്ടുണ്ട്. അതിലൊരു ഗ്രേ ഷെയ്ഡാണ്. പിന്നെ അത് കഴിഞ്ഞ് ആഹാ എന്ന് പറഞ്ഞ സിനിമയിൽ കുറച്ചും കൂടി നല്ലൊരു ക്യാരക്ടർ അതുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് ഷാജുൻ കരിയാൽ സാറിന്റെ മൃദുഭാവേന്ദ്രയുടെ കൃത്യം ചെയ്തു. പിന്നെ അതിനുശേഷം ARM ചെയ്തു, ഡർബി ചെയ്തു. ARM കഴിഞ്ഞിട്ടാണ് എബ്രഹാം ഓസ്ലർ. അപ്പൊ എബ്രഹാം ഓസ്ലർ ആണ് സത്യം പറഞ്ഞ ഒരു തിയേറ്ററിൽ വന്ന് നമുക്കൊരു മൊമെന്റ് കിട്ടിയ ഒരു ഇമ്പാക്ട് കിട്ടിയ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാള് ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കുറെ നാൾ ആ പ്രൊജക്റ്റിലായിരുന്നു. അപ്പൊ ആ പ്രൊജക്ടിന് വേണ്ടി കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഓസ്ലർ കഴിഞ്ഞിട്ട് അടുത്തൊരു വലിയ ബ്രേക്ക് ആ പ്രൊജക്ട് ആയിരിക്കാം. ആവട്ടെ. അപ്പൊ എല്ലാം പ്രിയപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞത്. ഉറപ്പായിട്ടും. അല്ല ഈ വർക്ക് ഒന്നും ഇല്ലെങ്കിൽ ഞാനിപ്പോ ഈ ഒരവസ്ഥയിൽ എത്തില്ലല്ലോ. അപ്പം ആ ഒരു യാത്ര തന്നെയാണ് ഇവിടെ എത്തിയേക്കണത്. ഇപ്പൊ ഗ്രാനിയില് കാണുന്ന പെർഫോമൻസ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയ പാഠങ്ങളും അനുഭവങ്ങളുടെ ഒക്കെ ഭാഗമാണ്. അതെ. അല്ല, തുറമുഖത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രാമ ചെയ്തൊരു മെയിൻ നിവിൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ ഡ്രാമയിൽ മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഡ്രാമയിൽ നിന്ന് ഒരു സിനിമയായി വന്ന സമയത്ത് അപ്പൊ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ആക്ട് ചെയ്തൊക്കെ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു?
അല്ല, എനിക്ക് നിവിൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ വർക്ക്. അപ്പൊ നമ്മൾ ചെയ്തൊരു പരിപാടി നിവിൻ പോളിനെ പോലെ ഒരു സ്റ്റാർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് ഭയങ്കര വലുതാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി കിട്ടി, അതിനൊരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. നാടകം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അപ്പൊ തന്നെ ജനങ്ങളിൽ നിന്ന് റിയാക്ഷൻസ് കിട്ടും. അപ്പൊ അത് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പൊ അതിനേക്കാൾ ഹൈ ആയിരുന്ന ഒരു വലിയൊരു നടനാവേശം ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് കാണുമ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എല്ലാവർക്കും കിട്ടില്ല അങ്ങനെ അല്ലെ. നമ്മളൊരു നാടകം ചെയ്തത് ആ കഥാപാത്രം, ഞാൻ ചെയ്ത കഥാപാത്രത്തിന്റെ ഒപ്പം എനിക്ക് അഭിനയിക്കാൻ സുഹൃത്തായിട്ട് തന്നെയാണ് ആ സിനിമയിൽ. അപ്പൊ അങ്ങനെ കൂടെ അഭിനയിക്കാൻ പറ്റണത് ഒരു വലിയ കാര്യമാണ്. പിന്നെ ആ ഒരു നമ്മൾ ഡ്രാമ ചെയ്ത ഒരു ക്യാരക്ടർ വേറൊരാളെ ചെയ്ത് നമ്മൾ കാണുമ്പോൾ ഒരു സന്തോഷം. അത് ആരാ ചെയ്യുന്നത്? നിവിൻ പോളിയാണോ? അത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. അത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു അല്ലെ. അപ്പൊ എന്തായാലും ഗ്രാനി ഈ പറഞ്ഞ പോലെ തന്നെ, ആദ്യം പറഞ്ഞ പോലെ തന്നെ 40 മിനിറ്റ് അല്ലെങ്കിൽ ഇത്രയും മിനിറ്റ് നമ്മളെ പേടിപ്പിച്ച് നിർത്തി. അതാണ് ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിലായാലും അതെ, എല്ലാ പാൻ ഇന്ത്യൻ ലെവലിലായിക്കോട്ടെ. ഇപ്പൊ അങ്ങനെയാണല്ലോ മലയാള സിനിമ എന്ന് പറയുന്നത്, പാൻ ഇന്ത്യൻ ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല ക്യാരക്ടർ സിനിമയിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു. ഗ്രാനി കാണാത്തവരൊക്കെ ഗ്രാനി കാണാം. അതെ, അത് വേണമെങ്കിൽ പ്രേക്ഷകരോട് പറയാം. ഗ്രാനി കാണാത്തവരുണ്ടെങ്കിൽ ഗ്രാനി കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്നെ എല്ലാവരും ഓർക്കണം. താങ്ക് യു സോ മച്ച്.